ഇത് മാസ് മോട്ടോഴ്സിതാണ്. ഹോണ്ട ആക്റ്റീവയാണ് വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജോക്കാളിൽ പറഞ്ഞേക്കണ വർക്കുന്നത് ജനറൽ സർവീസ് ചെയ്യണം, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, വാട്ടർ സർവീസ് ചെയ്യാം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ലൈനറാണ്. നമുക്ക് കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്. കുറച്ചുകൂടി ഓടിയിട്ട് മാറ്റിയാൽ മതി കേട്ടോ. ബ്രേക്ക് ആകുമ്പോൾ നമുക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്തിടുന്നുണ്ട്. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഷാഫ്റ്റും വേണം. അതിൻ്റെ ബെയറിങ്ങിൻ്റെ ഒക്കെ പ്ലേ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. നിലവിൽ ഗിയർ ഓയിലൊക്കെ നോക്കിയായിരുന്നു, നല്ല ഓയിലാണ് ഗിയർ ബോക്സിലുള്ള കേട്ടോ. ബാക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാണ്ട്. ഹബിനും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നിലവിൽ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ ക്യാം ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്. തൽക്കാലം നമുക്കത് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. പിന്നെ ക്ലച്ച് സൈഡ് നമ്മൾ അയച്ചിട്ടുണ്ട്. CVT ക്ലച്ചാണ് നമ്മൾ ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അയക്കുന്നതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഓരോ പാർട്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളറടക്കം പറഞ്ഞ യൂണിറ്റാണത്. അപ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനമുള്ളൂ. ബെൻഡെക്സ് എന്ന് പറഞ്ഞ യൂണിറ്റാണ് വർക്കിംഗ് നോക്കുക. നമ്മൾ സെൽഫ് മോട്ടറൊക്കെ അടിക്കുമ്പോൾ സെൽഫ് എടുക്കാനായിട്ട് സെൽഫ് വർക്ക് ചെയ്യിക്കുന്നത് ഈ ഒരു ബെൻഡെക്സ് യൂണിറ്റാണ്. അപ്പോൾ അതൊക്കെ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുള്ളായിട്ടൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റ് ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. നിലവിൽ ഇതുമ്പോൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. അതിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോണ്ടല്ലോ, ഈ സൈഡൊക്കെ ചെറുതായിട്ട് പൊട്ടിയിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വിണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇതാണല്ലോ ഈ സൈഡ്. എല്ലാ ലെഗിൻ്റെ ഉള്ളിൽ കൂടെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ചെറുതായിട്ട് പൊട്ടൽ കൂടുതലാണ് ഈ കാണുന്നത് കേട്ടോ. അത് കൈയോടെ മാറ്റി കളയണം നല്ലത്. കാരണം എന്ന് വെച്ചാൽ അതിനിപ്പോൾ എത്രത്തോളം കിടന്ന് ഓടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടി വഴിയിൽ വിട്ടു പോകുന്ന സിറ്റുവേഷനൊക്കെ വരാം. തന്നെയല്ല നമ്മൾ ക്ലച്ച് സൈഡൊക്കെ അഴിച്ചേക്കണോണ്ട് തന്നെ നമുക്ക് ഈ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ നമുക്ക് അഡീഷണലായിട്ട് വരുള്ളൂ. അപ്പോൾ കൈയോടെ മാറ്റി പോകണമെങ്കിൽ അതാണ് ബെറ്റർ. ഞാൻ എസ്റ്റിമേറ്റിലത് ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റോ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റുകളൊന്നും നിലവിൽ ഓൾറെഡി കസ്റ്റമർ കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുമില്ല. നമ്മൾ നോക്കുന്ന സമയത്ത് ചെക്ക് ചെയ്യുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. നിലവിൽ കാർബറേറ്റർ വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ലെങ്കിൽ നമ്മൾ അഴിക്കാതിരിക്കണം നല്ലത്. കാരണം ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമ്മളത് അഡീഷണൽ ചെയ്യേണ്ടി വന്നാൽ തന്നെ അഡീഷണൽ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ട വർക്കാണ്. തന്നെയല്ല ഇപ്പോഴത്തെ ഒരു പെട്രോൾ E20 പെട്രോളാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് കാർബറേറ്ററുകൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് ഇല്ലാതെ കൊണ്ട് നമ്മൾ കാർബറേറ്റർ പെട്ടെന്ന് അഴിക്കരുത് കേട്ടോ. കാരണം ഞാൻ പരമാവധി ഉപയോഗിക്കുക. ഇതിൻ്റെ ലക്ഷണം കാണിക്കാതെ വെച്ചാൽ ഒന്നുപോലെ മിസ്സിങ് കംപ്ലയിൻ്റ് ആയിട്ട് കാണിക്കും. അതല്ലെങ്കിൽ ഈ കറുത്ത പൈപ്പ്, ഈ സൈഡിലെ കറുത്ത പൈപ്പ് വഴി താഴേക്ക് പെട്രോൾ ഇങ്ങനെ ചാടിപ്പോവും, താഴേക്ക് ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. കാരണം ഇപ്പോഴത്തെ സ്റ്റേജിൽ നമുക്ക് വെറുതെ അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അത് എട്ടിൻ്റെ പണിയായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ആ രീതി തന്നെ ഉപയോഗിക്കാം. പിന്നെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബുഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറായാലും അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. ഫ്രണ്ട് ടയറിൻ്റെ ഭാഗം നോക്കുമ്പോൾ ടയർ ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. കാരണം ഈ സൈഡൊക്കെ നല്ല രീതിയിൽ തേമാനം വന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിക്ക് പാളൽ അനുഭവപ്പെടുന്നത് മെയിനായിട്ട് ടയറിൻ്റെയാണ്. ഈ ഹാൻഡിലിൻ്റെ ബെയറിങ്ങിനും ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതിപ്പോൾ ടയർ നോക്കി ഈ സൈഡ് തീരെ ഇല്ല, ഈ സൈഡ് ഒരല്പം കൂടി തീരാനുണ്ട്. അപ്പോൾ ഈ സൈഡ് തീർന്നേക്കണേൻ്റെയാണ് വണ്ടി ആ പാളൽ കാണിക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ ഹാൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ബെയറിങ് ഉണ്ട്. അത് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ബെയറിങ് ആയതുകൊണ്ട് തന്നെ നമുക്കത് പതുക്കൊന്ന് ലൂസാക്കി ഇടാം. ടയർ മാറ്റിയിടാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. വണ്ടി നിങ്ങൾക്ക് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല, വണ്ടി നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ടയർ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് അപ്രൂവൽ തരാണെങ്കിൽ മാത്രമേ നമ്മൾ എന്തെങ്കിലും ചെയ്യുള്ളൂ. ഞാൻ കണ്ട കംപ്ലയിൻറ്റുകൾ അതിൻ്റെ ഡീറ്റെയിൽസ് അതിനകത്ത് ചെയ്യുന്നത് മാത്രം കേട്ടോ. ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. 2024 മോഡൽ ബാറ്ററിയാണ്, ആമറോണിൻ്റെ ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കി. 13.22 റേഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട്. അത് നോർമൽ സ്റ്റേജിൽ. നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് 9.32 വരെ വന്നിട്ടുണ്ട്. ഒരല്പം ലെവൽ കുറവ് തുടങ്ങിയിട്ടുണ്ട് വോൾട്ടിൻ്റെ. എന്നിട്ട് വേറെ പ്രോബ്ലം ഇല്ല, മാക്സിമം ഉപയോഗിക്കാം. പിന്നെ നമുക്ക് അതിൻ്റെ ഹാൻഡിൽ കവറിൻ്റെ ഈ സൈഡൊക്കെ ചെറിയൊരു പൊട്ടലൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഗട്ടറൊക്കെ ചാടും. ഇത് ഫൈബർ ബോഡിയാണ്. ഗട്ടറൊക്കെ ചാടുമ്പോൾ ഷെയ്ക്ക് വരുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ്. അത് തൽക്കാലം വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ആ രീതി തന്നെ അങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധപ്പെടുത്തുന്നുള്ളൂ. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല, പുതിയ പ്ലഗാണ്. സെക്കൻഡ് ഫിൽറ്റർ യൂണിറ്റും പുതിയതാണ്, ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്ന വർക്ക് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിനകത്തേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. മാറ്റുന്ന പാർട്സുകൾ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു പോവാം. ഒന്ന് എഞ്ചിൻ ഓയിൽ മാറണം. ഓയിൽ മാറ്റുമ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റിക്കിൻ്റെയും ബോൾട്ടിൻ്റെയും ആ വാഷ് ഓറിങ് നമുക്ക് മാറ്റിയിടണം കേട്ടോ.
പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ടയർ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ക്ലച്ചിനകത്തേക്ക് വരുമ്പോൾ ബെൽറ്റ്, ഇതാണ് മെയിനായിട്ടുള്ള കേസ്. പിന്നെ ജനറൽ സർവീസ്, വാട്ടർ സർവീസൊക്കെയാണ് ബാക്കിയത്തെ വർക്കുകൾ. അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റാണ് വാട്സാപ്പിൽ ഇടുന്നത്. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തോളൂ.